ഈ കുഞ്ഞ് ചുവന്ന ചീരത്തൈകളെല്ലാം എങ്ങനെയാണ് താനെ മുളച്ചുണ്ടായെന്ന് അറിയണ്ടേ. ഒരു വലിയ ചീര ഉണ്ടായിരുന്നു. ആ ചീര പൂവിട്ടപ്പോൾ നിറയെ വിത്ത് പോലെ ആയി. അങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായത്. ഇതൊരു പൂഴി നിറച്ച ചെടിച്ചട്ടിയാണ്. മുമ്പ് കൂർക്ക കൃഷി ചെയ്തിരുന്നതാണ്. അതിലും ഉണ്ട് കുറേ ചുവന്ന ചീര തൈകൾ. ഇതും മറ്റൊരു പൂഴി നിറച്ച ചെടിച്ചട്ടിയാണ്. ഇതെങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ആ ചീര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, വലിയ ചീര. അപ്പോൾ അതിൽ കുറേ അധികം ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു വലിയ ചെടിച്ചട്ടിയിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ കുറേ വിത്തുകൾ ആ ചെടിച്ചട്ടിയിൽ വീണിട്ടുണ്ടാവും. പിന്നെ കാറ്റത്ത് കുറച്ച് വിത്ത് പറക്കാൻ സാധ്യത ഉണ്ടെന്ന് കരുതി ഞാൻ അതിന് ചുറ്റിലും 2-3 ചെടിച്ചട്ടികളും കൂടെ വെച്ചു. അപ്പോൾ എല്ലാറ്റിലും കുറേശ്ശെ വിത്ത് വീണോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ ചെടിച്ചട്ടികളിലും കുറേ കുഞ്ഞ് ചീരത്തൈകൾ വന്നു. അപ്പോൾ ഇനിയൊരു പ്രശ്നം, ഇത് വളരെ അടുത്തടുത്താണ് വന്നിരിക്കണേ. അപ്പോൾ അത് മൊത്തം വളരാൻ പറ്റില്ല, കുറച്ച് പറിച്ച് നടേണ്ടി വരും. പക്ഷേ പറിച്ച് നടുമ്പോൾ വളരെ അടുത്തായതുകൊണ്ട് വേര് കേടുവരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണമായിട്ട് 1-2 ചെടിച്ചട്ടിയിലേക്ക് ഇത് മാറ്റി നടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ ഒരെണ്ണം ഒറ്റ തൈയായിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റത് പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ 4 ഒന്നിച്ച് വന്നു. എന്നായിരിക്കട്ടെ, 4 ഒന്നിച്ച് വളരട്ടെ എന്ന് കരുതി അതും അങ്ങോട്ട് കുഴിച്ചിട്ടു. ഇതിലും അതുപോലെ തന്നെയാണ്, ഒറ്റ തൈയായിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല. വേര് കേടുവരുമെന്ന് വിചാരിച്ചിട്ട് ചെറിയ കുമ്മായ കത്തി കൊണ്ട് കുറച്ച് ഏറ്റവും കുറവ് തൈകൾ സ്കൂപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ചെടിച്ചട്ടിയിൽ നടും. ഇനിയും ഇതിൻ്റെ ശേഷവും കുറേ കൂടെ നട്ടിട്ടുണ്ട്. കുറേ വളർന്നു വരുന്നുണ്ട്. കുറേ മഴ പെയ്തപ്പോൾ ഒടിഞ്ഞു പോയിട്ടുമുണ്ട്. അതൊക്കെ ഒരു 6-7 ചെടിച്ചട്ടികളിൽ ഇവിടെ വളരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എന്തായാലും മുഴുവൻ വളർത്തിയെടുക്കാനുള്ള സ്ഥലവും ഇല്ല, ചെടിച്ചട്ടിയില്ല, ഒന്നുമില്ല. അപ്പോൾ അതിലൊരു 10-25 എണ്ണെങ്കിലും വളർന്ന് കിട്ടിയാൽ അത്യാവശ്യം കുറച്ച് കാലത്തേക്കുള്ള ചുവന്ന ചീര കിട്ടും. പക്ഷേ വേറൊരു പ്രശ്നം, ഇവിടെ കൃമികീടങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ്. ചുവന്ന ചീരയ്ക്ക് പ്രത്യേകിച്ച് ഇല മുഴുവൻ തുളച്ച് വയ്ക്കും. എന്നാലും ഒരു സന്തോഷമുണ്ട്, കുറേ അധികം ചുവന്ന ചീര തൈകൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചാണല്ലോ ഇവർ. ഇത് വേറെ വിത്ത് വാങ്ങിച്ച കേട്ടല്ല, പണ്ടുണ്ടായിരുന്നൊരു ചെടി. ഇതിപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഇപ്പോൾ ചുവന്ന ചീര വരുന്നത്. അതായത് 1-2 ചീര ഉണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ ചീത്തയായാലും കുഴപ്പമില്ല. അതായത് കൃമി വന്നാലും പൂടും, കായ്ക്കും. അല്ല, കായെന്ന് പറഞ്ഞാൽ ചെറിയ വിത്തുകളുണ്ടാവും. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ പറന്നിട്ട് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുവന്ന ചീരകൾ മുളച്ചുണ്ടാവും. അത് കാണാൻ ഒരു രസമാണ്. അപ്പോൾ അതിങ്ങനെ പതുക്കെ രക്ഷിച്ചെടുത്ത് വേറെ ചെടിച്ചട്ടിയിൽ നട്ട് അങ്ങനെ വീണ്ടും വീണ്ടും പുതിയ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും.